ഡിറ്റർമിനേഷൻ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. ഫൈൻഡ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഡയഗ്രാമാണ് ഈ ഫിഗറിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കണക്ഷൻ ഡയഗ്രാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ AC എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ വയർ. ഇതിൽ ഈ AC-ക്ക് അക്രോസ് ആയിട്ട് ഒരു പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ സർക്യൂട്ട്, അതായത് ഒരു സോഴ്സ് ബാറ്ററി, അതിൽ നിന്ന് റിയോസ്റ്റാറ്റിൽ നിന്നൊരു കീയിൽ നിന്ന് C എന്ന പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സെല്ലിൻ്റെ, അതായത് ഇവിടെ തന്ന സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ A ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ, നമ്മുടെ സോഴ്സ് ബാറ്ററിയുടെ പോസിറ്റീവും A ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈയുടെ നെഗറ്റീവ്, അതായത് ഈ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നമ്മളൊരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിന് അഡീഷണലായിട്ട് നമ്മളിവിടെ ഒരു പാരലായിട്ട് വേറൊരു കണക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് Aയിൽ നിന്ന് ഒരു കീയിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു സെല്ലിന് പാരലായിട്ടാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. ഓക്കെ, സെക്കൻഡറി സർക്യൂട്ടുമായി കണക്ഷൻ ക്ലിയർ അല്ലേ. പ്രൈമറി സർക്യൂട്ട് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എല്ലാ എക്സ്പെരിമെൻറ്റിനും ഒരേ കാര്യമാണ്. സെക്കൻഡറി നമ്മുടെ എയിം അനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോസിറ്റീവ്, അതേപോലെ സെല്ലിൻ്റെ നെഗറ്റീവ്, ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ പാരലായിട്ട് ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു റെസിസ്റ്റൻസ് ബോക്സും ഒരു കീയും. ഇവിടെ ഈ K1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്ലോസ് ചെയ്ത് വെക്കും. K1 എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു അലോ ദി സ്റ്റഡി കറൻറ്റ് ടു ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്. ഈ K1 ക്ലോസ് ചെയ്തിട്ട് ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഫ്ലോ ചെയ്യിക്കും. ഇനി എക്സ്പെരിമെൻ്റ് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം ചെയ്യുന്നത് ഈ K2 എന്ന് പറയുന്ന ഈ കീ, സെക്കൻഡറിയിലുള്ള റെസിസ്റ്റൻസ് ബോക്സിനോട് ചേർന്നിട്ടുള്ള കീ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കീ റിമൂവ് ചെയ്യും. ഇവിടെ ഈ ഡോട്ട് ഇല്ല, റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഈ റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ ഇൻക്ലൂഡഡ് അല്ല, അതായത് അതിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ഈ സെല്ലിലൂടെയുള്ള കറണ്ട്, ഈ സെല്ല് മാത്രമാണ് ആ സമയത്ത് സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകും. അങ്ങനെ നമ്മൾ ജോക്കി സ്ലൈഡ് ചെയ്ത് നീക്കി നോക്കുന്ന സമയത്ത് ഈ N1 എന്ന പോയിന്റിൽ നമുക്ക് ബാലൻസിങ് ലെങ്ത് കിട്ടി, ബാലൻസിങ് പോയിന്റ് കിട്ടി, നൾ പോയിന്റ്. ഓക്കെ, ആ Aയിൽ നിന്ന് N1 വരെയുള്ള ലെങ്ത്താണ് ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത്. അത് L1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് കിട്ടുന്നത് E1 ഇല്ല, സോറി, നമുക്കിവിടെ ഒറ്റ സെല്ലല്ലേ ഉള്ളൂ. ഈസ് പ്രൊപ്പോർഷണൽ ടു L1 അല്ലേ. ഈ പ്രൊപ്പോർഷണാലിറ്റി എഴുതിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് ഈക്വൽ ടു കൊടുക്കാം. ഈക്വൽ ടു K പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇൻറ്റു ബാലൻസിങ് ലെങ്ത്, EMF ആണ് കിട്ടിയത് അല്ലേ. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഈ ഒരു ബ്രാഞ്ച് ഇല്ല, ഈ ഒരു ഭാഗം ഇല്ല, ഇതിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് ഈ ഒരു ബ്രാഞ്ചിലൂടെ ഇപ്പോൾ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, ഇതിലൂടെ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് EMF തന്നെയാണ്, അതായത് സർക്യൂട്ട് ഓപ്പൺ ആണ്. അപ്പോൾ EMF ഈസ് ഈക്വൽ ടു KL1 കിട്ടി. പിന്നെ അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ അതായത് ഈ കീ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും?
ഈ സെല്ലിലൂടെ കറണ്ട്, ഈ ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേ, കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രാഞ്ചിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, എഗെയിൻ ജോക്കി മൂവ് ചെയ്ത് നൾ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഈ N2 എന്ന പോയിന്റിലാണ് നമുക്ക് കിട്ടിയ നൾ പോയിന്റ്. ആ സമയത്ത് എയിൽ നിന്ന് N2 വരെയുള്ള ഡിസ്റ്റൻസ് ബാലൻസിങ് ലെങ്ത് ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് L2 ആണ് അതിൻ്റെ ബാലൻസിങ് ലെങ്ത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ വരിക, ഇവിടെ E പ്രൊപ്പോർഷണൽ ടു L2 ആണോ വരിക? അല്ല. എന്തുകൊണ്ട്? ഈ സെല്ലിൽ നിന്ന് ഒരു കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. സർക്യൂട്ട് ക്ലോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അവിടെ V ആണ്, EMF അല്ല കിട്ടുക, V ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് V is equal to K into L2. That is equation number 2. Equation number 2 ആയി. ഇനി നമുക്ക് ഇക്വേഷൻ 1 നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്ത് നോക്കുക. എന്താ നമുക്ക് കിട്ടുക? അത് E by V is equal to L1 by L2 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, E by V is equal to L1 by L2. അവിടെ വെക്കുക. നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണല്ലോ കാണേണ്ടത്. നമുക്ക് പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ വി എന്നുള്ള ടേമിലാണ് കിട്ടിയത്, E by V എന്നുള്ള ടേമിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി വി ഹാവ് V is equal to E minus IR. V is equal to E minus IR അല്ലേ, മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. IR ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കിട്ടും E മൈനസ് V. ഇവിടെയുള്ള V ഈ ഭാഗത്തേക്ക് പോയി. R ആണ് കണ്ടുപിടിക്കേണ്ടത്. R is equal to E മൈനസ് V by I എന്ന് കിട്ടി. അപ്പോൾ വാട്ട് ഈസ് I? According to Ohm's law, V is equal to IR. Therefore, I is equal to V by R. Substitute ചെയ്താൽ നമുക്ക് കിട്ടുന്നത് R is equal to E minus V by Iക്ക് പകരം V by R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി E by V ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? E by V മൈനസ് V by V. V by V എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ E by V മൈനസ് 1 ഇൻറ്റു R എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിവിടെ അറിയാം ഫ്രം ഇക്വേഷൻ 3 വി ഹാവ് E by V is equal to L1 by L2. അപ്പോൾ ഇവിടെയുള്ള E by Vക്ക് പകരം L1 by L2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കിട്ടുക? R is equal to സ്മോൾ ലെറ്റർ R is equal to E by Vക്ക് പകരം L1 by L2 മൈനസ് 1 ഇൻറ്റു R എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ 2, അതായത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ R is equal to L1 by L2 minus L1 by L2 minus 1 ഹോൾ ഇൻറ്റു R. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ. ഈ പ്രിൻസിപ്പിൾ ഓർത്ത് വെക്കുക. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R is equal to L1. L1 എന്ന് പറയുന്നത് ബാലൻസിങ് ലെങ്ത് വെൻ ദ കീ ഈസ് ഓപ്പൺ ഡിവൈഡഡ് ബൈ ബാലൻസിങ് ലെങ്ത് വെൻ കീ ഈസ് ക്ലോസ്ഡ് L2 മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ R. ഏതാ ഈ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതായത് കീ ക്ലോസ് ചെയ്ത സമയത്ത്
നമ്മളിവിടെ ഈ റെസിസ്റ്റൻസ് ബോക്സ് നമ്മുടെ സർക്യൂട്ടിൽ ഇൻക്ലൂഡായി അല്ലേ. അതായത് ഇതിൽ നിന്ന് നമ്മളിപ്പോൾ സപ്പോസ് 1 ഓം റെസിസ്റ്റൻസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആമിലൂടെയുള്ള അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്ത അതായത് 1 ഓം ആണെങ്കിൽ 1 ഓം, 2 ഓം ആണെങ്കിൽ 2 ഓം, ആ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയായാൽ നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. പൊട്ടൻഷ്യോമീറ്ററിന് 2 ആപ്ലിക്കേഷനാണുള്ളത്. ഒന്ന് ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസ് E1 by E2 is equal to L1 by L2. രണ്ടാമത് ടു ഫൈൻഡ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽ R is equal to small letter r is equal to L1 by L2